ക്ഷമിക്കണം, ആളറിയാതെ. എന്താ ഇത്? എടാ പ്രസിഡന്റ് കള്ളനെ കൈ പിടിച്ചിരുത്തതി. അമ്മേ, ഈ ഡോക്ടറുടെ അമ്മാവനാണ്. നമ്മുടെ ഡോക്ടറുടെ അമ്മാവനാണെന്ന് അത് കണ്ടപ്പോഴേ തോന്നി. എന്നിട്ടാ ഇങ്ങനൊക്കെ ചെയ്തത്? ഓട്ടെ, സാരില്ല, വയസ്സായ ആളല്ലേ. എന്താ പറഞ്ഞേ? എന്താ അമ്മ ഇത്? അമ്മ ഇങ്ങോട്ട് വരൂ, അവരോട് സംസാരിച്ചിരിക്കട്ടെ. ഇതൊരു ബലം. പ്രസിഡന്റ് ഇരിക്കും. സിംഗപ്പൂരിൽ എങ്ങനെയാ, കൃഷിയൊക്കെ ഉണ്ടോ? പിന്നെ അവിടെ 2 വിളവാ, ഒന്ന് മുണ്ടകനും ഒന്ന് അതുപോലെ വേറെ ഒന്നും. അല്ല, എത്ര പറ നെല്ല് കിട്ടും? അവിടെ ഈ പറക്കണക്കൊന്നുമില്ല, തൂക്ക, കിലോ, കിൻഡല്, ടണ്ണ് ഇങ്ങനെ പോവും. ചായ എടുത്തു വെച്ചിരിക്കുന്നു, അകത്തോട്ടിരിക്കാം. ചായ എടുത്തു വെച്ചിരിക്കുന്നു, അകത്തോട്ട് വരാം. നിന്നേ, നിക്ക് ബാലാ. എടാ ബാലാ, അത് പിന്നെ എങ്ങനാ ഒറ്റയ്ക്ക് UDC കണ്ട് 2 വർത്തമാനം പറയാന്ന് വിചാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. 2 അങ്ങോട്ടിക്കോളൂലേ പശ പോലെ. മോനെ, വേറൊരു വിചാരത്തോടു കൂടിയല്ല മോനെ. ഒരു തമാശ, അത് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ? ബാ ഉൽപ്പു. അല്ല നേതാവേ, നമുക്കിനി യമുനോട്ടുള്ള കമ്പനി വേണ്ട. എന്നാലും ഞങ്ങളോട് പറയാൻ തോന്നിയല്ലടാ. അപ്പോഴേക്കും പിണങ്ങിയോ? എന്റെ കാര്യം നിങ്ങളോടല്ല വേറെ ആരോടാ പറയുക? അച്ഛൻ അവളുടെ പറയുകയാണെന്ന് ശല്യപ്പെടുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളോട് കോട്ടെ കാണപ്പാ, പാവല്ലേ. ദേ വരുന്നു UDC. ഞങ്ങൾ ഇനി ശല്യപ്പെടുത്താൻ വരുന്നില്ല. ചെല്ലി, വേഗം ചെല്ലി. ഒരുപാട് നാള് കല്യാണ സദ്യ ഉണ്ടിട്ട് ഈ ചെല്ലി പാല പോ. കുമാരി, അവരൊക്കെ ഇപ്പൊ നമുക്ക് ഫുൾ സപ്പോർട്ടാ. എന്നോടൊന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. മുറപ്പെണ്ണെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിഞ്ഞോളൂ. ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല. മുറപ്പെണ്ണോ? എന്താ? ഞാൻ ഇത് ഹായ്, ഡോക്ടർ അമ്മാവനല്ലേ? പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അതിനെന്തെങ്കിലുമൊക്കെ തന്നെ പരിചയപ്പെടല് വരും. അല്ല കുമാരി, ഒന്നാമത് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ അല്ലേ. എങ്ങനെ ട്രാവൽ ചെയ്യും ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് കാരണം? എനിക്ക് പിന്നെ സ്വന്തമായിട്ട് കപ്പലും വിമാനമൊക്കെ ഉള്ളതുകൊണ്ട് സാരില്ല. സാധാരണക്കാരൻ എന്ത് ചെയ്യും? സാർ, ഉൽപ്പലാക്ഷരം കൂട്ടൻ കാണാൻ വന്നിരിക്കുന്നു. അവരോട് വരാൻ പറയൂ. നീ ഉണക്ക്. അല്ല, ഞാൻ അവിടെ നിക്കടാ. ഡോക്ടർ വിളിക്കുന്നു. സുപ്രഭാതം ഡോക്ടർ. നമസ്കാരം. എന്താ? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. പറയൂ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഡോക്ടറോട് യാതൊരു വിരോധവും ഇല്ല. ആ പ്രസിഡന്റിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ചില ഈശാപോശയൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ചീട്ട് കളിക്കാനും കവലയിൽ ചുറ്റിത്തിരിയാനും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. യുനോ, ഹെഡ് ഖലന്താറിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ DIG ഒക്കെ ആയിരുന്നു എന്റെ കമ്പനി. ഇവിടുത്തെ സ്റ്റാറ്റസ് ഇല്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ കറവ് പറ്റിയ പശുക്കളെ എന്താ ചെയ്യുക? കട്ട് ചെയ്യണം. എന്താ? അറക്കാൻ കൊടുക്കണം. അതുപോലെ കറവ പറ്റിയ ഒരു പശു അല്ലേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ആരും എഡ്യൂക്കേറ്റഡ്? നാണപ്പൻ, പഞ്ചായത്ത് മെമ്പറ. എന്താ? വാട്ട് ഹാപ്പൻ? വൈ ആർ യു ക്രൈയിങ് ഉൽപ്പൻ? ഈ പാവം ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇതിന്റെ പ്രസിഡന്റ് ആകാൻ കോച്ച് നടക്കുന്ന ആളാ. അതെങ്ങനെ? പ്രസിഡന്റ് പുല്ല് തിന്നത്തുമില്ല, പട്ടിയെ വിട്ട് തീറ്റിക്കത്തുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതെ, പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ മുതൽ പഞ്ചായത്തിന്റെ നടക്കൽ ഞങ്ങളൊരു സത്യാഗ്രഹം ആരംഭിക്കാൻ പോവുക. ഡോക്ടർ ആ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു തരണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടുകാരും 10 മെമ്പർമാരും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഓഹോ, അതാണോ കാര്യം? ഈ കരഞ്ഞു കാണിക്കലും നാടകങ്ങളിയും ഒന്നും എന്റെ അടുക്ക വേണ്ട. എടോ, കർമ്മം ചെയ്യണം.
ഒന്നുകിൽ കുറെ പുസ്തകങ്ങൾ വായിക്കണം. നോളജ് ഈസ് പവർ. अपने अंधे माता पिता को कामर में बैठ करते तीर्थयात्रയിലെ ചിത്രം देखा. 1857 മെയ് 10-ാം തീയതി മീററ്റിലെ പട്ടാളക്കാർ ഒന്നടങ്കം വിളകി. ഒരു പെണ്ണിന്റെ പിന്നാലെ റാണി സംയുക്ത യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കുളിമുറിയിൽ എഴുന്നേറ്റ് ഓടി. ആർക്കിമിഡീസ് അശോക ചക്രവർത്തി ചോരമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. രാജാറാം മോഹൻ റായ് സതി സമ്പ്രദായം നിർത്തലാക്കി. അങ്ങനെ എന്തെങ്കിലും നിർത്തലാക്കിയിട്ട് ഇങ്ങോട്ട് വരൂ. ബെഗേഴ്സ് ഗെറ്റ് ഔട്ട്. പ്രസിഡന്റ് ആവാൻ വന്നിരിക്കുന്നു. ബാല എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ കാര്യം- ചീവിട്ട് പോടാ. അച്ഛൻ പോടാ, പോടാ, പോടാന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീ ഈ പാറകളുടെ കൂടെ കൂടി നശിക്കും. വൃത്തികെട്ടവൻ. ആ ഭൈരവ ആരാ വന്നത്? എന്താ അമ്മാവനെന്ന് പറഞ്ഞ ആരോ ഒരുത്തൻ വന്നു അറിഞ്ഞു. ആരാ? തനിക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം. തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാനാ. തന്റെ പുറകെ വല്ല കള്ളനെ പിടിച്ചു പറിക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലുണ്ടല്ലോ. താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്റെ നിലനിൽപ്പിന് വേണ്ടിട്ടാ. എന്നെ കാണാൻ പലരും വരും പോവും. അതൊന്നും താൻ അന്വേഷിക്കണ്ട. ഒന്ന് പോളോടുന്നു. അല്ല അയാൾ ആരാണെന്ന്? അയാൾ എന്റെ അച്ഛനാ. തനിക്ക് വേണോ കുറച്ച് ദിവസത്തേക്ക്? ഒന്ന് പോളോടുന്നു. മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കും. ആരാ വന്നേ? അവന്റെ അമ്മേനെ ഞാൻ എവിടെയാ കട്ടെടുത്ത സാധനങ്ങള്? കട്ടെടുത്ത സാധനങ്ങൾ എവിടെയാണ്? എന്ത് സാധനം? ഒന്നും അറിഞ്ഞില്ലല്ലേ? കഴുത്തുനിന്ന് വിടറ. എന്താന്ന് വായിച്ചു നോക്കടാ. വായിച്ചു നോക്ക്. തലക്കെട്ട് വായിച്ചില്ലല്ലോ. അപ്പോഴേക്ക് പേടിച്ചോ? താഴോട്ട് വായിച്ചില്ലല്ലോ. മോഷണ ശ്രമേ നടന്നിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാനാണെന്ന് മനസ്സിലാക്കിയല്ലേ? ജനലി വളച്ച് അതിനകത്തൂടെ നൂണ്ട് കയറാൻ നീയല്ലാതെ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല. അപ്പോഴൊക്കെ അവർ ഉണർന്നുപോയി. തടി കൊണ്ട് രക്ഷപ്പെട്ട ഭാഗ്യം. എടാ കഴിവേരുടെ മോനെ, അവര് നിന്നെ കണ്ടു കാണും. നിന്നെ തപ്പി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ഇരുട്ടുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് പോണം. എന്നെ കണ്ടാൽ നേരത്തോടെ അവരെന്നെ പൊക്കിയാനെ. പരിചയമുള്ള ആൾക്കാരല്ലേ. അഥവാ വരട്ടെ, അവര് തന്നെയും പൊക്കും. ഒരു വെടിക്ക് 2 പക്ഷി വേണ്ട. ഒരു വെടിക്ക് 2 പക്ഷിയുടെ ആവശ്യം ഇപ്പിരായിട്ടില്ല. ഒരു പക്ഷി മതി. മതി. ആ പക്ഷി നീ അയക്കോ. എന്താ ആ പക്ഷി നീ അയക്കോന്ന്. എടാ വേലായുധം കുട്ടി, ഓ, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ സമയമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നീയായിട്ട് എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. കയറ് മുറുക്കെ പിടിച്ച ആന്ത്രാസേ, രണ്ടിലൊന്നും അറിയണം. ധൈര്യമായിട്ട് വാ. ആർക്കറിയാം, ചിലപ്പോ ഈ കണ്ണ് കാരണമായിരിക്കും പ്രസിഡന്റ് കസേര തെറിക്കാൻ പോണത്. പ്രസിഡന്റിന്റെ ബോഫേഴ്സ് ഈ കണ്ണുകുട്ടി ആയിരിക്കും. അങ്ങോട്ട് നടക്കിടാതെ ആ കൊണ്ടുവാ. അങ്ങോട്ട് അവിടെ നിർത്ത്. എന്താ? ക്ടാവിനോടാണോ? ഞാൻ നാൽക്കാലികളോട് സംസാരിക്കാറില്ല. എന്നാ ഞങ്ങള് സംസാരിക്കാറുണ്ട്. താൻ കാര്യം പറയടോ. കണ്ടില്ലേ, ആ ഡോക്ടർ ചികിത്സിച്ച് ഈ പരുവത്തിലാക്കി. ഡോക്ടറുടെ ചികിത്സക്ക് എന്താ ഒരു കുറവാ? കുത്തിവെച്ച് ഈ ക്ടാവിന് വാദം വന്നു. അയാള് പ്രസിഡന്റിന്റെ പശുവിനെ നേരെ ചൊവ്വേ നോക്കുമായിരിക്കും. പക്ഷെ നാട്ടുകാർക്കാളെ മതിയായി. അത് പറയാം. നീ ആരാ? അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പകരം വേറെ ഡോക്ടറെ കൊണ്ടുവരണം. ഒരുത്തരെ കൊണ്ടുവന്ന പാടം എനിക്കറിയാം. പോയി പഴി നോക്കണോ. ഒന്നുകിൽ അയാൾ ചികിത്സിച്ച് ഭേദമാക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ മുറ്റത്ത് നിന്ന് ചാവട്ടെ. മുറ്റത്ത് നിന്ന് ചാകാൻ ഇതെന്താ പഞ്ചായത്ത് തൊഴുത്താണോ? കേട്ടില്ലേ, ഈ പഞ്ചായത്ത് തന്നെ ഒരു പശുത്തൊഴുത്താക്കിയ ആളാ. എരപ്പേ, ഈ മുറ്റത്ത് വന്ന് എന്തും പറയാവുന്നായോ? ആണുങ്ങളെ പോലെ അങ്ങോട്ട് ചവിട്ടി ഇറക്ക് പ്രസിഡന്റ്. മിണ്ടാണ്ടിരുന്നല്ലേ. ഈ മുറ്റത്ത് കിടന്ന് പുഴുത്ത് ചാവന്റെ ക്ടാവേ. എന്റെ ഭഗവതി, തിരുമുറ്റത്ത് വന്നു പ്രാഗ്ന കണ്ടില്ലേ? നീ മുറ്റത്തിറങ്ങി ചാവണ്ട, അകത്ത് പോയി മെത്തേലോട്ട് കിടന്ന് ചാവ്. അയ്യോ, എന്റെ പ്രസിഡന്റ് എന്താ ഇത്? ഈ വയസ്സുകാലത്ത് ആ തള്ളക്കിട്ടൊരു ചവിട്ടോട്. പ്രഥമ വരുന്ന മര്യാദ പാലിക്കണം. നിന്റെ വീട്ടില് പൊയ്ക്കോ. അവന്റെ ഒരു എടുത്താ പൊക്കത്തെ കിടാവ്. തൽക്കാലം ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഓർത്തോ, പ്രസിഡന്റിനെതിരെയുള്ള ഞങ്ങളുടെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടു കാണിക്കാം. ഇവളോടാ. ഇങ്ങനെ വാമേ. സാർ, എന്താ ഇവിടെ? ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ കാത്തുനിന്നത്. വളരെയധികം ആലോചിച്ച ശേഷം ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് സാറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഒരു 2ാം കെട്ടായതുകൊണ്ട് എന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കൂല. അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. തിങ്കളാഴ്ച 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വരണം. മറക്കില്ലല്ലോ? കുമാരി,
പോട്ടെ. അമ്മുക്കുട്ടി ആ വരുന്ന വഴിയാ? അല്ല, പോണ വഴിയാ വീട്ടിലേക്ക്. ഞാനും അതെന്നെ ഉദ്ദേശിച്ചേ. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. എന്തോ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആവേശ. സിംഗപ്പൂരിൽ വെച്ച് കോടികൾ സമ്പാദിക്കുമ്പോഴും എന്റെ മനസ്സ് നിറയെ പച്ച പിടിച്ച ഗ്രാമങ്ങളാ. ഇനി തിരിച്ചെന്നാ പോന്നേ? ആര്? അമ്മാവൻ. അയ്യോ, നല്ല കോള് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത്രയും സ്നേഹവും സിൻസിയാരിറ്റിയും ഉള്ള നിങ്ങളൊക്കെ വിട്ട് ഞാനെന്തിനു പോണം? സിറ്റിയൊക്കെ മടുത്തു, സഹിച്ചൂടാ. അതെന്താ? കംപ്ലീറ്റ് കള്ളന്മാരല്ലേ. ആ, അമ്മു ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അയ്യേ, ഞാൻ സ്കൂളിലൊന്നും അല്ല, കോളേജിലാ പഠിക്കുന്നത്. അതെ, സ്കൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്കൂൾ മീൻസ് സ്റ്റഡി ചെയ്ത സ്ഥലം. ആട്ടെ, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എങ്ങനെയുണ്ട്? ആ, എന്തിനാ അമ്മുക്കുട്ടി ചിരിക്കണേ? ഞങ്ങൾ ഈ ഗ്രാമവും ടൗണും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങൾ. വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും, അതൊക്കെ നാളെ പറയാം. പ്രഷറൊക്കെ ഉള്ളതല്ലേ, എന്തിനാ വെറുതെ വെയിലും കൊണ്ട് നടക്കണേ? വന്ന് കയറി കേറ്. പ്രഷർ ഉണ്ട്, എന്നാലും നടക്കുന്നത് ഒരു പ്ലഷർ അല്ലേ അല്ലേ അമ്മൂട്ടി? അമ്മ വന്ന് കയറി. വേണ്ട, ഞങ്ങൾ നടന്നോളാം. അമ്മാവന് നടക്കാനാ ഇഷ്ടം? അതെ. ആ, എന്നാ നടന്നോളൂ. അമ്മുക്കുട്ടി വന്ന് കയറു. വേണ്ട, ഞാൻ തന്നെ വന്നേക്കാം. അമ്മൂട്ടി പോയിക്കോളൂ. അമ്മൂട്ടി വരൂ, അമ്മൂട്ടി വന്ന് കയറു. ഞാൻ പോട്ടെ. ഓക്കെ. അമ്മൂട്ടി, ഇനി ഞാൻ വന്ന് കയറാഞ്ഞിട്ട് നിനക്കൊരു വിഷമം വേണ്ട. എന്റെ ഈവനിങ് വാക്ക് ഞാൻ 9 മണിക്ക് ശേഷം ആയിക്കോളാം. നിനക്ക് വിരോധമില്ലല്ലോ, വിട്ടോളൂ. വാ. എടാ പെരട്ട വേലായുധാ, ആ കുട്ടിയോടോ അവരുടെ വീട്ടുകാരോടോ നീ സംസാരിച്ചു എന്നറിഞ്ഞ അന്ന് നിന്റെ കുഞ്ഞിക്കഴുത്തി ഞാൻ നീരുവരുത്തും. ബ്യൂട്ടിഫുൾ ഗേൾ. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പെങ്ങളെ കണ്ട സിസ്റ്റർലി എഫക്ട്. 4-5 പെങ്ങന്മാര് നിനക്ക് ഉണ്ടായിരുന്നല്ലടാ. പറഞ്ഞിട്ട് വരല്ല, ഇതാണ് പെങ്ങള്. അങ്ങനെ ആയിപ്പോയി.